മൂവാറ്റുപുഴ എം.എൽ.എ. മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തി പ്രകടമാക്കി ഫേസ്ബുക്ക് പോസ്റ്റുകൾ. മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉൾപ്പെടെയുള്ളവർ മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ യു.ഡി.എഫ് മന്ത്രിസഭ അധികാരമേറ്റെടുത്തതിനു പിന്നാലെ മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തി പ്രകടമാക്കിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. മൂവാറ്റുപുഴ എം.എൽ.എ. മാത്യു കുഴൽനാടനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെ തുടർന്നാണ് അതൃപ്തി പ്രകടമാക്കി ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ രംഗത്തു വന്നത്. മാത്യു കുഴൽനാടനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുമെന്ന ചർച്ചകൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ എതിർത്ത ആളാണ് മാത്യു കുഴൽനാടൻ. കൂടാതെ വലിയ ഭൂരിപക്ഷത്തിലാണ് മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്നും ഇത്തവണ ജയിച്ചു കയറിയത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കിയാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക് തുടർച്ചയായ 2ാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂടാതെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെയും ഇടുക്കി ജില്ലയുടെയും സമഗ്രമായ വികസനത്തിന് മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരു മന്ത്രി അനിവാര്യമാണ് എന്ന ചിന്ത യു.ഡി.എഫ് പ്രവർത്തകർക്ക് ഒന്നാകെ ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം തകിടം മറിച്ചാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് തൊട്ടുപിന്നാലെ മാത്യു കുഴൽനാടൻ മന്ത്രിയാകുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പല യു.ഡി.എഫ് പ്രവർത്തകരും ഇട്ടിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാത്യു കുഴൽനാടന് അനുകൂലമായാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിരിക്കുന്നത്. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.